ആളിക്കത്തുന്ന തരൂർ വിഷയങ്ങളിൽ കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ വീണ്ടും ഉത്തരം മുട്ടുമ്പോൾ കൈകൂപ്പി പോവുകയാണ്. കാര്യം, രാഹുലിനെ കാണാൻ തരൂർ സോണിയുടെ വസതിയിലെത്തിയപ്പോൾ കെ.സിയുമായി തനിക്ക് കൂടിയാലോചനകളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കെ.സിയെ പുറത്തു നിർത്തുകയാണ് ഉണ്ടായത്. 30 മിനിറ്റ് നീണ്ട ചർച്ചക്കൊടുവിൽ തരൂർ മാധ്യമങ്ങളെപ്പോലും കാണാതെ പോയപ്പോൾ കെ.സിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. എന്നാൽ അതിനിടയ്ക്ക് തരൂർ ഒരു അടഞ്ഞ അധ്യായമാണ് എന്ന് മാത്രം ഒന്ന് പറയാതെ പറഞ്ഞു വെച്ചു. പക്ഷേ ഇപ്പോൾ തരൂരിന് ഗൗരവ് ഗൊഗോയുടെ ഒഴിവിലേക്ക് പ്രതിപക്ഷ ഉപനേതാവിന്റെ പദവി നൽകുന്നു എന്ന വാർത്തകൾ പരക്കുന്നതിനിടയിലാണ് കെ.സി ഒരു കാര്യം തുറന്നടിക്കുന്നത്. തരൂർ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഇത് മാത്രം പറയാൻ വേണ്ടി വിളിച്ചതാണ്. അത്തരം കാര്യങ്ങളൊന്നും അല്ല, അതെനിക്കറിയില്ല. മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതിനകത്ത് എന്നോട് ചോദിച്ചാല് നിങ്ങൾ തന്നെ ഓരോ വാർത്ത കൊടുക്കും, അത് എന്നോട് ക്ലാരിഫൈ ചെയ്യാൻ ചോദിക്കും. ദൈവത്തെ ഞാൻ പങ്കെടുക്കില്ല, എന്റെ ഉത്തരവാദിത്വമല്ലേ. അതിനകത്ത് ഞാൻ പറഞ്ഞത്, അതിനകത്തുള്ള വ്യക്തിപരമായ അഭിമുഖങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ പാർട്ടാവില്ല എന്ന് ഞാൻ ലീഡർഷിപ്പിനോട് പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ആർക്കെങ്കിലും വ്യക്തിപരമായിട്ട് പറയാനുണ്ടെങ്കിൽ അത് അവർ ഒറ്റക്ക് കേൾക്കണം. എനിക്കറിയില്ല. പിന്നെന്താ സംശയം? നിങ്ങൾ ഇപ്പം ശശി തരൂരിന്റെ വിഷയം വന്നു, ഞാൻ അന്ന് മുതലേ ഞാൻ ഒറ്റ നെറേറ്റീവാണ് ഞാൻ പറയുന്നത്. ഒന്നും ഉണ്ടാവില്ല, എല്ലാം കൂളാണ്. ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ പാടില്ല. ആരായാലും ഞാൻ നിങ്ങളെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. കാര്യം നിങ്ങൾക്ക് വാർത്തകൾ വേണമായിരിക്കും, അതിന് പിന്നാലെ പോയി ഒരു ന്യൂസിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന രീതികൾ. ഇപ്പം ഞാൻ തന്നെ പത്തനംതിട്ടയിലെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പറഞ്ഞു. പത്തനംതിട്ട ഞാൻ പ്രസംഗിക്കുന്നത് വേറെ കാര്യം, അതിൻ്റെ നെറേറ്റീവായി വരുന്നത് മറ്റൊരു കാര്യം. നമ്മൾ മനസ്സിൽ പോലും സങ്കല്പിക്കാത്തൊരു കാര്യം നെറേറ്റീവ് ഉണ്ടാക്കുക. ഇപ്പം തൽക്കാലം